കൂട്ടുകാർക്കും എൻ്റെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എപ്പോഴും നമ്മൾ രാവിലെ ഉണർന്ന് വന്നാലുടനെ നമ്മുടെ ശരീര അവയവങ്ങൾക്കൊരു എക്സസൈസ് കൊടുക്കണം. അപ്പോൾ ഇത് ഞാൻ കൊടുക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ പേശികൾക്കും മുതുകിലുള്ള പ്രശ്നങ്ങൾക്കും അതുപോലെ തന്നെ ഇടുപ്പിലുള്ള പ്രശ്നങ്ങൾക്കെല്ലാം മാറി ദഹന പ്രക്രിയയൊക്കെ നല്ല രീതിയിൽ നടക്കുന്ന ഒരു വ്യായാമമാണ് ചെയ്ത് കാണിച്ചത്. സിമ്പിളാണ്, എല്ലാവർക്കും ചെയ്യാവുന്ന. ഇത് കണ്ടോ, ഇത് അതുപോലെ തന്നെ നിങ്ങൾക്ക് വളരെ എഫക്റ്റീവ്. നമ്മുടെ ഈ സ്ട്രെച്ചിങ് ചെയ്യുന്നതിലൂടെ നമ്മുടെ മുതുകിലുള്ള കശേരുക്കൾക്ക് അതുപോലെ തന്നെ കാലുകൾക്ക് ബലം കൂട്ടാനും അതുപോലെ തന്നെ ലൂസായ മസിലുകളൊക്കെ നല്ലൊരു ബലം കിട്ടാനും ഒക്കെ ചെയ്യാവുന്ന എക്സസൈസാണ്. ഇത് നമ്മളൊരു ഡാൻസ് രൂപത്തിലാണ് ചെയ്യുന്നത്. പക്ഷേ ഇതുകൊണ്ടുള്ള പ്രയോജനം എന്ന് പറയുന്നത് കൈ ഒക്കെ നമുക്ക് ഉയർത്താൻ പ്രയാസമുള്ളവർക്കും അതുപോലെ തന്നെ ശരീരത്തിന് മൊത്തത്തിലൊരു ബ്ലഡ് സർക്കുലേഷൻ നടക്കാനും അതിലൂടെ നമുക്ക് നല്ല ആരോഗ്യം കിട്ടാനും ഒക്കെ. എപ്പോഴും ഞാൻ പറയുന്നത്, നമ്മളെപ്പോഴും ഒരു 10-15 മിനിറ്റ് എങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് നടക്കാനൊന്നും പോകാൻ പറ്റാത്തവരാണെങ്കിൽ വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ ഇതുപോലുള്ള വ്യായാമങ്ങൾ ചെയ്യണം. അപ്പോൾ ഈ രാവിലെ ഉണർന്ന് വരുമ്പോൾ തന്നെ എൻ്റെ വീഡിയോയിലേക്ക് അങ്ങ് കയറുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാം. നമ്മൾ ഇതിപ്പോൾ ചെയ്യുന്ന വഴി തന്നെ നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങൾക്കും പെട്ടെന്ന് വ്യായാമം ചെയ്യാൻ സാധിക്കും. ഇതെന്ന് പറയുന്നത് ഈ PCOD ഒക്കെ ഉള്ള കുട്ടികൾക്കും അതുപോലുള്ള പ്രശ്നങ്ങൾക്കുള്ളവർക്കും നടുവിൻ്റെ അടിവയറ്റിൽ ഇങ്ങനെ അവയവങ്ങൾക്കും അതുപോലെ ചെറിയ ചെറിയ ഞരമ്പുകളും ഒക്കെ നല്ലപോലെ ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ നടന്നിട്ട് നമുക്ക് എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങൾക്കും പരിഹാരമാകുന്നതാണ്. അപ്പോൾ താണ്ടെ ഫുൾ ബോഡിക്കും അതുപോലെ തന്നെ തലച്ചോറിലേക്കുള്ള രക്തഓട്ടം വർദ്ധിക്കാനും ഒക്കെ നല്ല അടിപൊളി ഒരു വ്യായാമമാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെയോടൊപ്പം തന്നെ രാവിലെ ഉണർന്ന് വരുമ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഓരോ പാർട്ടായിട്ട് എടുത്ത് ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ, ഇതിപ്പോൾ ആദ്യം നിങ്ങൾക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഇത്രയൊന്നും പൊക്കാൻ ചിലപ്പോൾ സാധിച്ചെന്ന് വരത്തില്ല. പിന്നീട് പതുക്കെ ചെയ്താൽ മതി. അങ്ങനെ ആകുമ്പോഴത്തേക്കും നമുക്ക് വളരെ ഈസി ആയിട്ടെല്ലാം നടക്കുന്നതാണ്. ആദ്യമൊക്കെ നമുക്ക് നല്ല കതപ്പും അതുപോലെ ബ്ലഡ് ഇരച്ച് കയറിയെന്ന് നമുക്കൊരു സമ്മർദ്ദമൊക്കെ തോന്നും. അതൊക്കെ പിന്നീട് പതുക്കെ മാറിക്കോളും. അപ്പോൾ നമ്മൾ കുറഞ്ഞത് ഒരു ഫസ്റ്റ് ദിവസം തന്നെ ഒരു 10 മിനിറ്റ് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ ചെയ്യാനുള്ളൊരു ഉത്സാഹം ഉണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ കിച്ചണിലേക്ക് കയറി കഴിഞ്ഞാൽ എല്ലാ പണിയും പട്ടപ്പടേ നടക്കുന്നതാണ്. അത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഓഫീസിലേക്ക് പോവുകയോ ജോലിക്ക് പോകേണ്ടവർക്ക് അങ്ങനെ പോവുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. അപ്പോൾ അത്രയും നല്ലൊരു ഉന്മേഷം കിട്ടുന്ന ഒരു വ്യായാമത്തിൻ്റെ രീതികളൊക്കെയാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് നിങ്ങൾക്ക്. ഇത് തന്നെയാണെങ്കിലും നമ്മുടെ ആ ഇടുപ്പുകൾക്കെല്ലാം ഉള്ള പ്രശ്നങ്ങളും അതുപോലെ തന്നെ അവിടെയൊക്കെ നമ്മുടെ കൊച്ചു ഞരമ്പുകളൊക്കെ അനങ്ങാതിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും അവിടെ നിന്നൊക്കെ ഉള്ള ആ ഞരമ്പുകളൊക്കെ ഉണർന്ന് പ്രവർത്തിക്കുന്നതാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. വ്യായാമം ശീലമാക്കണം.